എല്ലാവർക്കും ടെക് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി എന്ന സബ്ജക്റ്റിലെ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എന്താണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്നും അതുപോലെ തന്നെ നമ്മൾ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് അനാലിസിസിനെ കുറിച്ചും നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 2 മെത്തേഡ്സിനെ കുറിച്ചും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്നതാണ് നമ്മുടെ CPM-ഉം അതുപോലെ തന്നെ PERT-ഉം. അതിൽ നമ്മൾ CPM-നെ കുറിച്ചും PERT-നെ കുറിച്ചും അതിൻ്റെ ഡിഫറൻസ് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ജസ്റ്റ് ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം നമ്മൾ CPM മെത്തേഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഒരു നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഹോംവർക്ക് പോലെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ബാക്കി തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലേ, ഡ്രോ ദ നെറ്റ്വർക്ക് ഡയഗ്രാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മിക്കവാറും അതിൻ്റെ ഒരു ആൻസർ അല്ലെങ്കിൽ ആ ഡയഗ്രാം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഡയഗ്രാം വരുന്നുണ്ടായിരിക്കാം. നമ്മൾ മുന്നേ പഠിച്ച പോലെ ജസ്റ്റ് ഇവിടെ വരച്ച് കാണിക്കാം. അതായത് ഇവിടെ ആക്ടിവിറ്റി A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ഇതിൻ്റെ പ്രീഡിസസർ ആക്ടിവിറ്റി നോക്കുന്നതിലെല്ലാം എന്താണ്, അവിടെ പ്രീഡിസസർ ആക്ടിവിറ്റീസ് ഒന്നും വരുന്നില്ല. സോ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ആ ഒരു ഇവൻ്റ് അല്ലേ, ഇവൻ്റ് തുടങ്ങുന്നത് ജസ്റ്റ് നമുക്ക് 1 എന്ന് കാണിക്കാം. അതുപോലെ തന്നെ നമുക്ക് A എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റിയും അതുപോലെ B എന്ന് പറയുന്ന ആക്ടിവിറ്റിയും അതുപോലെ C എന്ന് പറയുന്ന ആക്ടിവിറ്റിയും നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ആക്ടിവിറ്റി ആയിട്ട് അല്ലെങ്കിൽ തുടങ്ങുന്ന അതിന് മുന്നേ പ്രത്യേകിച്ച് വേറെ ആക്ടിവിറ്റി ഇല്ലാത്ത കാരണം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ വരച്ച് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്കിനിവിടെ നമ്പർ 2 കൊടുക്കാം, നമ്പർ 3 കൊടുക്കാം, നമ്പർ 4 കൊടുക്കാം അല്ലേ. 2, 3 അതുപോലെ 4. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ അടുത്തതിൽ D അല്ലേ, ഡീൻ്റെ മുന്നേ ഇവിടെ A വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഡീൻ്റെ മുന്നേ A വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ D കൊടുക്കാം. ഇവിടെ നമ്മുടെ ഇവൻ്റ് നമ്പർ നമുക്ക് 5 കൊടുക്കാം. അതുപോലെ Eൻ്റെ മുന്നേ B വരുന്നുണ്ട് അല്ലേ, Eൻ്റെ മുന്നേ ഇവിടെ B വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെയാണ് നമ്മുടെ E വരുന്നത്. അപ്പോൾ നമുക്കിവിടെ പാർട്ട് നമ്പർ ഇവൻ്റ് നമ്പർ 6 കൊടുക്കാം. പിന്നെ അടുത്ത് വരുന്നത് Fൻ്റെ മുന്നേ C വരുന്നുണ്ട് അല്ലേ, ഇവിടെ Fൻ്റെ മുന്നേ C വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് Fൻ്റെ മുന്നേ എന്ന് പറയുമ്പോൾ C ഇവിടെയാണല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇവിടെ F എഴുതാം. അതുപോലെ ഇവിടെ ഇവൻ്റ് നമ്പർ 7 കൊടുക്കാം. നമ്മളൊരു സാധാരണ ഗതിയിൽ നമ്മൾ ആദ്യം ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അവസാനത്തെ ആക്ടിവിറ്റി നോക്കുന്ന സമയത്ത് കണ്ടോ, ജീൻ്റെ മുന്നേ Dയും Eയും Fഉം വരുന്നുണ്ട്. ജീൻ്റെ മുന്നേ Dയും Eയും Fഉം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡയഗ്രാം എങ്ങനെയാക്കി മാറ്റേണ്ടി വരും, നമ്മളിങ്ങനെ സെപ്പറേറ്റ് വരയ്ക്കാൻ പാടില്ല. എന്ത് ചെയ്യണം, നമ്മുടെ 2ൽ നിന്നും 3ൽ നിന്നും 4ൽ നിന്നും പോകുന്ന ഇവൻ്റ് നേരെ ഒറ്റ ഫൈനൽ ഇവൻറ്റിലേക്ക് മാറ്റണം. അതായത് ഇങ്ങനെയാക്കി മാറ്റണം. ഇത് നമ്മുടെ ഇവൻ്റ് എൻ്റെ മുന്നുള്ള ഇവൻ്റ് D ആണ്. അതുപോലെ B എന്ന് പറയുന്നത് Eക്ക് മുന്നുള്ള ഇവൻ്റാണ്. പിന്നെ നമ്മുടെ Fൻ്റെ മുന്നേ വരുന്നതാണ് C. അപ്പോൾ ഇത് C ആണ്. അതുപോലെ C അല്ല, ഇത് F ആണ്, ഇത് F ആണ്, ഇത് E ആണ്. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ അടുത്ത ഇവൻ്റ് 5ാമത്തെ ഇവൻ്റ് നമുക്ക് ഇവിടെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ 5ാമത്തെ ഇവൻ്റ് വരിക. ഡയറോ മാർക്ക് കൊടുക്കുക. ഇനി നോക്കുക അല്ലേ, ഡീൻ്റെ മുന്നേ A വരുന്നുണ്ട്, കറക്റ്റാണ്. Eൻ്റെ മുന്നേ B വരുന്നുണ്ട്, അതും കറക്റ്റാണ്. Fൻ്റെ മുന്നേ C വരുന്നുണ്ട്, അതും കറക്റ്റാണ്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിൽ ജീൻ്റെ മുന്നേ Dയും Eയും Fഉം വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ വരച്ചാൽ മതി അല്ലേ. ഇവിടെ G എഴുതി നോക്കുക അല്ലേ. ജീൻ്റെ മുന്നേ D വരുന്നുണ്ട്, E വരുന്നുണ്ട്, F വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡയഗ്രാം, ഫൈനൽ ഡയഗ്രാം നമുക്ക് ഇങ്ങനെയായിരിക്കും ഷേപ്പ് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, നമുക്കിവിടെ ഇവൻ്റ് നമ്പർ 6ഉം കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാം നമുക്ക് ഇങ്ങനെയാണ് വരുന്നുണ്ടായിരിക്കാനുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ CPM ഉപയോഗിച്ച് അഥവാ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ
ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. പറഞ്ഞ പോലെ നമ്മുടെ ഡയഗ്രാം ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ആ ഒരു ഇപ്പോൾ നമ്മൾ വരച്ചുള്ള ഡയഗ്രാം. നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. സോ നമുക്കതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കിനി ഈ ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ഒരു ടേബിളിൻ്റെ കൂടെ നമുക്ക് ഒരു ടൈമും കൂടി തന്നിട്ടുണ്ട്, ഡ്യൂറേഷൻ അഥവാ ടൈമും കൂടി നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് ആക്ടിവിറ്റീസ് നമ്മൾ തൊട്ട് മുന്നേ വരച്ചുള്ള ഡയഗ്രത്തിൻ്റെ ആക്ടിവിറ്റീസുകൾ കാണുന്നുണ്ടായിരിക്കും. പിന്നെ പ്രീഡിസസർ ആക്ടിവിറ്റീസ് കാണുന്നുണ്ടായിരിക്കും. അതുപോലെ ടൈം, ഓരോ ആക്ടിവിറ്റിക്കും വേണ്ടി വരുന്ന ഡ്യൂറേഷൻ അഥവാ ടൈമും നമ്മൾ ടേബിൾ തന്നിട്ടുണ്ടായിരിക്കും. നമ്മളിത് വെച്ചാണ് ഇനി എന്ത് ചെയ്യേണ്ടത്, ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കിപ്പോൾ വളരെ എളുപ്പമാണ്. നമുക്ക് അതിൻ്റെ ഒരു ബേസ് മനസ്സിലാക്കി നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് കാണാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമുക്ക് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കാണണം. ഓക്കെ, ഫൈൻഡിങ് ദ ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ നമ്മളിവിടെ ക്രിട്ടിക്കൽ പാത്ത് കാണാനായിട്ട് നമുക്ക് ഫോർവേഡ് പാസ് മെത്തേഡും നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ബാക്ക്വേഡ് പാസ് മെത്തേഡും നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഈ ഫോർവേഡ് പാസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കാണാനാണ് നമ്മൾ ഈ ഒരു ഫോർവേഡ് പാസ് മെത്തേഡ് യൂസ് ചെയ്യുക. എന്നാൽ നമ്മുടെ ഈ ഒരു താഴെയുള്ള ബാക്ക്വേഡ് പാസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ഓക്കെ, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം അഥവാ LFT എന്ന് പറയും. ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം കാണാൻ നമ്മൾ ഈ ഒരു ബാക്ക്വേഡ് പാസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ എളുപ്പമുള്ള നിസ്സാരമായിട്ട് കാര്യം വരുന്നുള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെയാണിത് വർക്കൗട്ട് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ നമ്മൾ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ LFTയും അതുപോലെ തന്നെ EFT നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. നമ്മളൊരു റെക്റ്റാങ്കിളും അതുപോലെ തന്നെ ഒരു സ്ക്വയർ അഥവാ ഒരു റെക്റ്റാങ്കിളും അഥവാ ഒരു സ്ക്വയറോ അല്ലെങ്കിൽ നമ്മൾ ട്രയാങ്കിളും യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ EFTയും അതുപോലെ തന്നെ LFTയും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, നമ്മൾ റെക്റ്റാങ്കിളിനകത്ത് നമ്മൾ EFT അഥവാ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. എന്നാൽ നമ്മുടെ ട്രയാങ്കിളിനകത്തായിരിക്കും നമ്മൾ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം അഥവാ നമ്മുടെ LFT റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. റെക്റ്റാങ്കിളിനകത്താണ് ട്രയാങ്കിളിനകത്താണ് നമ്മുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം അഥവാ LFT റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ ആ സർക്കിളിൻ്റെ ഈ ഒരു ഓപ്പറേഷൻ ഇവൻറ്റിൻ്റെ സർക്കിളിൻ്റെ തൊട്ട് മേലെയാണ് നമ്മളിങ്ങനെ ജസ്റ്റ് മേലെയായിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇനി ഈ EFTയും LFTയും കാണുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമിനെ കുറിച്ചും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു ഈ ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ നമുക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ പോയിൻ്റിൽ നിന്ന് അവിടെ ഉണ്ടാകുന്ന ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് ഇവിടെ എഴുതി വെക്കാം. എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ എന്തായിരിക്കും, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം 0 ആയിരിക്കും. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം 0 ആയിരിക്കും. ഇനി അതുപോലെ നമ്മുടെ ടേബിളിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ടായിരുന്നു, ഓരോ ആക്ടിവിറ്റീൻ്റെയും ഡ്യൂറേഷൻ നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടേബിളിലേക്ക് ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് A എന്ന് പറയുന്ന ആക്ടിവിറ്റീൻ്റെ ടൈം ഡ്യൂറേഷൻ നമുക്ക് വരുന്നത് 3 ആണ്. അതുപോലെ D എന്ന് പറയുന്ന ആക്ടിവിറ്റീൻ്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത് 2 ആണ്. അതുപോലെ ബീൻ്റെത് 4 ആണ്. സിയുടേത് 6 ആണ്. ഇയും 6 ആണ്. എഫിൻ്റെത് 3 ആണ്. പിന്നെ ജീൻ്റെത് 5 ആണ്. അപ്പോൾ നമുക്ക് ആ ടേബിളിൽ ഓരോ ആക്ടിവിറ്റീസിൻ്റെയും ടൈം ഡ്യൂറേഷൻ നമുക്ക് എയുടെ 3 ആണ്, B 4, C 6, D 2, E 6, F 3, G 5 എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേബിളിൽ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഡയഗ്രാം വരച്ചതിന് ശേഷം നമ്മൾ ആ ലെറ്റേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ആക്ടിവിറ്റി എഴുതിയിട്ടുള്ള ആ ലെറ്റേഴ്സിൻ്റെ കൂടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. നമ്മളിപ്പോൾ സ്ക്രീനിൽ മാർക്ക് ചെയ്ത പോലെ അതുപോലെ മാർക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ഒരു ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുക.
ഒരു സ്ക്വയറോ റെക്റ്റാങ്കിളോ വരയ്ക്കുന്നതിനകത്ത് നമ്മൾ 0 മാർക്ക് ചെയ്യുക. നമുക്ക് എന്ത് വേണം? നമ്മുടെ ഇവൻറ്റ് 2ൻ്റെ അവിടെയുള്ള അല്ലെങ്കിൽ അവിടെ എത്തുന്ന അവിടെ വരുന്ന ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം നമ്മൾ കാണണം. ഇത് കാണാൻ വളരെ എളുപ്പമാണ്, ഒന്നുമില്ല. എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇവിടുത്തെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും അതുപോലെ തന്നെ ഈ ഇവൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കും. അതായത് 0 + 3 3 നമുക്ക് അവിടെ വരുന്നുണ്ടായിരിക്കും. ഇനി അതേപോലെ നമുക്ക് ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി കംപ്ലീറ്റ് ആകുമ്പോഴുള്ള ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം നമുക്ക് എഴുതാൻ പറ്റും. ഈ പറഞ്ഞ പോലെ 0 + 4 വരുമ്പോൾ നമുക്കിവിടെ 4 കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ബി ആക്ടിവിറ്റി കഴിയുമ്പോൾ അവിടുത്തെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ നമ്മൾ സീൻ്റെ കേസ് നോക്കാം. നമുക്കറിയാം ഇവിടെ 0 ആണ്, 0 + 6 വരും. നമുക്കിവിടെ 6 ആയിരിക്കും ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കിട്ടുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം നമ്മുടെ ഈ ഒരു 2ൽ നിന്നും അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റിയും ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റിയും എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയും ഒരൊറ്റ ഇവൻറ്റിൽ ചെന്നിട്ടാണ് അവസാനിക്കുന്നത്, അല്ലേ? 5ാമത്തെ ഇവൻറ്റിലാണ് ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര എഴുതണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. അതായത് ഇവിടെ ഉള്ള ഈ ഡ്യൂറേഷൻ പ്ലസ് ഈ 3 ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ ഇവിടുത്തെ നമ്മുടെ ഈ ഇവൻ്റ് അവസാനിപ്പിക്കുമ്പോഴുള്ള നമ്മുടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം നമ്മൾ കണക്കാക്കുക, അല്ലേ? ഈ 3 + 2 ഇവിടെ 5 കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അവിടെ 3 2 അല്ല, അതേപോലെ എന്ത് വരും? ഇവിടെ നമ്മുടെ ഈ 4 + 6 വരുന്നുണ്ട്, 6 + 3 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് വാല്യൂ അതിൽ ഏത് ഡ്യൂറേഷനാണ് നമ്മൾ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമായിട്ട് എഴുതാനുള്ള ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന വലിയ വാല്യൂ, ബിഗ്ഗസ്റ്റ് വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഈ 3ഉം 2ഉം കൂട്ടുമ്പോൾ നമുക്ക് 5 കിട്ടും, 4ഉം 6ഉം കൂട്ടുമ്പോൾ നമുക്ക് 10 കിട്ടും, 6ഉം 3ഉം കൂട്ടുമ്പോൾ നമുക്ക് 9 കിട്ടും. അപ്പോൾ നമുക്കിവിടെ 3 വാല്യൂസ് കിട്ടി, അല്ലേ? കാരണം ഈ 3 ആക്ടിവിറ്റീസ് ചെന്ന് അവസാനിക്കുന്നത് ഒരൊറ്റ ഇവൻറ്റിലാണ്. അപ്പോൾ നമുക്ക് 3 ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമുകൾ വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നമ്മൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് വാല്യൂ, ഇപ്പോൾ നമുക്കറിയാം ബിഗ്ഗസ്റ്റ് വാല്യൂ 10 ആണ്. ആ 10 ആണ് നമ്മൾ എന്ത് ചെയ്യുക? അവിടുത്തെ ഇവൻറ്റ് 5ലെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമായിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ 10 എഴുതാം. ഓക്കെ. സോ നമുക്ക് അത്രയും കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ജി ആക്ടിവിറ്റി കഴിയുമ്പോൾ ഇവിടെ വരുന്ന നമ്മുടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും കൂടി കണക്കാക്കണം. ഇപ്പോൾ എളുപ്പമാണ്. ഈ 10ഉം എന്ത് ചെയ്യുക? ജീൻ്റെ ഡ്യൂറേഷൻ കൂട്ടിയാൽ 15 ആയിരിക്കും നമുക്കവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിൽ വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. നമുക്കവിടെ 15 എഴുതാം. ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത് എന്താണ്? ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയുള്ളത് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമാണ്, അല്ലേ? ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം നമ്മൾ കണ്ടെത്തി. അത് നമ്മൾ എങ്ങനെ കണ്ടെത്തിയത്? നമ്മൾ കണ്ടെത്തിയത് ഫോർവേഡ് പാസ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിച്ചുള്ളത്. ഓക്കെ, ഫോർവേഡ് പാസ് മെത്തേഡാണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി എന്ത് കിട്ടണം? എന്ത് ഫൈൻഡ് ചെയ്യണം? ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്ക്വേർഡ് പാസ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ബാക്ക്വേർഡ് പാസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെന്നെത്തി അവസാനം നിർത്തിയിട്ടുള്ള ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമുണ്ട്, അല്ലേ? അതായത് നമ്മുടെ ഈ ഒരു 15 എന്ന് പറയുന്ന ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമുണ്ട്. നമ്മൾ അവിടുന്ന് നേരെ തിരിച്ച് വന്ന പാത്തിലേക്ക് മൂവ് ചെയ്യണം. അതാണ് നമ്മുടെ ബാക്ക്വേർഡ് പാസ് മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എങ്ങനെയായിരിക്കും? നമ്മൾ ട്രയാങ്കിൾ വെച്ചായിരിക്കും എന്ത് ചെയ്യുക? നമ്മൾ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? താഴെ ഒരു ട്രയാങ്കിൾസ് എല്ലാ ഇവൻറ്റിൻ്റെയും താഴെ വരച്ചു വെക്കുക. നമ്മളെല്ലാ ഇവൻറ്റിൻ്റെ അവിടെയും ട്രയാങ്കിൾസ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യം? നമ്മൾ ആദ്യം ഇവിടുന്ന് 0 സ്റ്റാർട്ട് ചെയ്ത പോലെ നമുക്കിവിടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം 15 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്തായിരിക്കും? ആ 15 തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടെയുള്ള ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും ആ 15 തന്നെ ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇവിടുത്തെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം കിട്ടണം. എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ
പ്ലസ് ചെയ്ത് വന്നു, ഫോർവേഡ് പാസ് മെത്തേഡ് നമ്മൾ പ്ലസ് ചെയ്ത് വന്നു. ഇവിടെ ആകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ബാക്ക്വേർഡ് പാസ് മെത്തേഡ് അഥവാ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ച് മൈനസ് ചെയ്യാം. അപ്പോൾ നോക്കുക, ഈ 15 നിന്ന് ആരെ മൈനസ് ചെയ്യണം, ഇവിടുത്തെ ഡ്യൂറേഷൻ ആയിട്ടുള്ള 5 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 15 - 5 നമുക്ക് 10 കിട്ടുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഒരു ഇവൻറ്റിൽ അവസാനിക്കുമ്പോഴുള്ള ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും അതുപോലെ തന്നെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സംഭവിച്ച പോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 പാത്തുകളുണ്ട് അല്ലേ, ഡയഗ്രത്തിൽ 3 പാത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നിന്നുള്ള നമുക്ക് എടുക്കേണ്ട എങ്ങനെയാണ് നമ്മൾ എടുക്കുക, നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ബിഗ്ഗസ്റ്റ് വാല്യൂ നമ്മൾ ചൂസ് ചെയ്ത് 10 എടുത്തു. അതേപോലെ തിരിച്ച് വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നേരെ ലോവസ്റ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ വാല്യൂ നമ്മൾ എടുക്കണം. അതായത് ഇവിടെ 10 ഉണ്ട്, ഈ 10 - 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 10 - 2 ചെയ്താൽ നമുക്ക് 8 കിട്ടും. ഇനി ഈ 10 - 6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 4 കിട്ടും. ഇനി 10 - 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 7 കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തതാണ് നമ്മുടെ ആ ഏറ്റവും ചെറിയ വാല്യൂ. ഓക്കെ, ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണോ, സോറി, ഇവിടെ നമുക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം തിരിച്ച് ഞാൻ പറഞ്ഞ ചെറിയൊരു അപകടം സംഭവിച്ചു. അതായത് ഇവിടുന്ന് ഓരോന്നും ഓരോ റൂട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മളവിടെ ലോവസ്റ്റ് വാല്യൂ നോക്കേണ്ട ആവശ്യമില്ല. ഇല്ല, നമ്മൾ നേരത്തെ ഇപ്പോൾ തിരിച്ച് പോകുന്ന സമയത്ത് തിരിച്ച് ഇങ്ങനെ തിരിച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് ഇവിടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ലോവസ്റ്റ് വാല്യൂ, ഞാൻ ഈ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ലോവസ്റ്റ് വാല്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്യുക. എന്നാൽ ഈ ഒരു കേസിൽ എന്ത് ചെയ്യേണ്ട, നമുക്ക് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമുക്ക് ഓരോന്നും ഓരോ പാത്ത് വഴിയാണ് പോകുന്നത്. സോ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും, ഈ 10 - 3 ചെയ്യാം, എത്ര കിട്ടും, 10 - 3 ചെയ്യുക, നമുക്ക് 7 കിട്ടും. ഈ 10 - 6 ചെയ്യുക, എന്ത് കിട്ടും, നമുക്ക് 4 കിട്ടും. പിന്നെ ഈ 10 - 2 ചെയ്യുക, നമുക്ക് 8 കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് അവിടെയുള്ള ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമുകൾ കിട്ടി. ഇനി ഞാൻ തൊട്ട് മുന്നേ തെറ്റിപ്പോയി പറഞ്ഞ സംഭവം ഇവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. കാരണം ഈ 3 എത്തിച്ചേരുന്നത് ഈ 1ലേക്കാണ് അല്ലേ. ഈ എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയും ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയും സി എന്ന് പറയുന്ന ആക്ടിവിറ്റി എത്തിച്ചേരുന്നത് എങ്ങോട്ടാണ്, 1 എന്ന് പറയുന്ന ഫസ്റ്റ് ഇവൻറ്റിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോവസ്റ്റ് വാല്യൂ നമ്മൾ ചൂസ് ചെയ്യാം. അതായത് ഈ 8 - 3 ചെയ്യുക, എത്ര കിട്ടും, 5 കിട്ടി. അതേപോലെ ഈ 4 - 4 ചെയ്യുക, എത്ര കിട്ടും, 0 കിട്ടി. ഇനി ഈ 7 - 6 ചെയ്യുക, എത്ര കിട്ടും, 1 കിട്ടും. അപ്പോൾ നമുക്ക് 3 വാല്യൂസ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അവിടെയുള്ള ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം നമ്മൾ സെലക്ട് ചെയ്യണം. എങ്ങനെ സെലക്ട് ചെയ്യുക, നമ്മൾ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം നമ്മൾ കാണുമ്പം ലോവസ്റ്റ് വാല്യൂ ആണ് സെലക്ട് ചെയ്യുക. അതായത് 5, 0, 1 ഉണ്ട്. ലോവസ്റ്റ് വാല്യൂ എത്രയാണ്, അതിൽ 0 ആണ് ലോവസ്റ്റ് വാല്യൂ. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ 0 ആണ് അവിടുത്തെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം കിട്ടുക. അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം പഠിച്ചു, അത് വരയ്ക്കാൻ പഠിച്ചു. ശേഷം നമ്മൾ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കണ്ടു, പിന്നെ നമ്മൾ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും കണ്ടു. ഇനി ചെയ്യേണ്ട കാര്യം, നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ ഫൈൻഡ് ചെയ്യണം അല്ലേ. ക്രിട്ടിക്കൽ പാത്ത് നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് ഫൈൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇനി ഒരു സ്റ്റെപ്പും കൂടി, നമുക്ക് സ്ലാക്ക് എന്ന് പറയുന്ന സംഭവം കൂടി ഫൈൻഡ് ചെയ്യാനുണ്ട്. ഓക്കെ, സ്ലാക്ക്. അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങൾ എല്ലാവരും ഇത്രയും ഒന്ന് വരച്ച് വെക്കുക കേട്ടോ, നിങ്ങളുടെ ബുക്കിലേക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെക്കുക. ശേഷം നിങ്ങൾ ക്ലാസ് ഒന്ന് പോസ് ചെയ്യുക. ഇത്രയും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള അങ്ങോട്ട് കാണാം. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും കാണാൻ പറയുന്ന, അല്ലെങ്കിൽ അത്രയും വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആ ഡയഗ്രാം എന്ത് ചെയ്യുക, ആ ഒരു ടേബിൾ നോക്കിയിട്ട് ടേബിൾ ആദ്യം വരച്ച് വെക്കുക. ടേബിളിലെ ആക്ടിവിറ്റിയും പ്രീഡിസസർ ആക്ടിവിറ്റിയും അതുപോലെ ഓരോ ആക്ടിവിറ്റിക്കും വേണ്ട ഡ്യൂറേഷനും എഴുതി വെക്കുക. ശേഷം ഇത്രയും മനസ്സിലായ കാര്യങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഡയഗ്രാം ഫോണൊന്ന് മാറ്റി വെച്ചിട്ടൊന്ന് വരയ്ക്കാൻ ശ്രമിക്കുക. ശേഷം എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മാത്രം ക്ലാസ്സിലേക്ക് നോക്കുക. ഇത്രയും വരച്ച് കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്ലാക്കും ഫ്ലോട്ടും എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇവിടെ നോക്കുക, സ്ലാക്കിൻ്റെയും ഫ്ലോട്ടിൻ്റെയും അല്ലെങ്കിൽ സ്ലാക്ക് അല്ലെങ്കിൽ ഫ്ലോട്ടിൻ്റെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ലാക്ക് ഈസ് വിത്ത് റെഫറൻസ് ടു ആൻ ഇവൻറ്റ് ആൻഡ് ഫ്ലോട്ട് ഈസ് വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്ടിവിറ്റി. നമ്മൾ സ്ലാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇവൻറ്റിന് റെഫറൻസ് ആയിട്ട് പറയുന്ന ഒരു ടേമും, എന്നാൽ ഫ്ലോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആക്ടിവിറ്റിക്ക് റെസ്പെക്റ്റ് ആയിട്ട് പറയുന്ന ഒരു ടേമുമാണ്. ഇൻ അതർ വേർഡ്സ്, സ്ലാക്ക് ഈസ് യൂസ്ഡ് വിത്ത് പെർട്ട് ആൻഡ് ഫ്ലോട്ട് വിത്ത് CPM.
നമ്മൾ സ്ലാക്ക് യൂസ് ചെയ്യുക പെർട്ടിലും അതുപോലെ തന്നെ ഫ്ലോട്ട് CPMയിലുമാണ്. ബട്ട് ഇൻ ജനറൽ പ്രാക്ടീസ് ദേ മേ ബി യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി. നമ്മൾ സാധാരണ എന്തെങ്കിലും പ്രാക്ടിക്കൽ പർപ്പസിൽ നമ്മൾ രണ്ടും ഇൻ്റർചേഞ്ചബിളായിട്ട് നമ്മൾ ഫ്ലോട്ടും സ്ലാക്കും നമ്മൾ പെർട്ടിലും CPMയിലും യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇവിടെ നോക്കാം, നമുക്ക് ഫ്ലോട്ട് അല്ലെങ്കിൽ സ്ലാക്ക് കാണാനുള്ള ഒരു ഇക്വേഷൻ മനസ്സിലാക്കി വെക്കണം. ഫ്ലോട്ട് ഓർ സ്ലാക്ക് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ഓക്കെ, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും അതുപോലെ തന്നെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ സ്ലാക്ക് അല്ലെങ്കിൽ ഫ്ലോട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ടോട്ടൽ സ്ലാക്ക് അഥവാ ടോട്ടൽ ഫ്ലോട്ട് കാണണം വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ നിന്ന് ഡ്യൂറേഷൻ കൂടി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഫ്ലോട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇനി നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഡയഗ്രത്തിൽ നമ്മൾ സ്ലാക്ക് അല്ലെങ്കിൽ ഫ്ലോട്ട് നമ്മൾ ഫൈൻഡ് ചെയ്ത് നോക്കാം. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ആ ഒരു ക്രിട്ടിക്കൽ പാത്ത് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിലും വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ഈ ഒരു നോട്ടിൽ ഞാനവിടെ റെക്റ്റാങ്കിളും അതുപോലെ ട്രയാങ്കിളും യൂസ് ചെയ്തിട്ടില്ല. ശരിക്കും ഇവിടെ വരുന്നത് മനസ്സിലാക്കുക, ഇത് റെക്റ്റാങ്കിളിലെ കാര്യം, മേലത്താണ് ശരിക്കും ട്രയാങ്കിളിലെ കാര്യം നമ്മളിപ്പോൾ വരച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. എല്ലാത്തിലും വരുന്നത് നമ്മുടെ ഈ മേലെ കൊടുത്തിരിക്കുന്ന ട്രയാങ്കിളാണ് കേട്ടോ. ട്രയാങ്കിളിലെ വാല്യൂമാണ് മേലെ കൊടുത്തിരിക്കുന്നത്, താഴത്തെയാണ് നമ്മുടെ റെക്റ്റാങ്കിളിലെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് ഇവിടുത്തെ ഓരോ ആക്ടിവിറ്റിയിലെയും ഫ്ലോട്ടുകൾ അഥവാ സ്ലാക്ക് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ നോക്കുക. വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു, ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഈ LFTന്ന് EFT മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ലാക്ക് കിട്ടും, അല്ലെങ്കിൽ ടോട്ടൽ അല്ലെങ്കിൽ ഫ്ലോട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടത് ടോട്ടൽ ഫ്ലോട്ടാണെന്ന് വിചാരിക്കാം. എന്ത് ചെയ്താൽ മതി, മൈനസ് ഡ്യൂറേഷനും കൂടി ചെയ്യാം. ടോട്ടൽ ഫ്ലോട്ട് ഈക്വൽ ടു LFT മൈനസ് EFT മൈനസ് ടോട്ടൽ ഡ്യൂറേഷൻ. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ ഈ A എന്ന് പറയുന്ന ആക്ടിവിറ്റീൻ്റെ ടോട്ടൽ ഫ്ലോട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. A എന്ന് പറയുന്ന ആക്ടിവിറ്റീൻ്റെ ടോട്ടൽ ഫ്ലോട്ട് കാണാൻ പോവുകയാണ്. നിങ്ങൾക്കത് ചെയ്യുമ്പോൾ കാര്യം മനസ്സിലാവും. ഇപ്പോൾ A എന്ന് പറയുന്ന ആക്ടിവിറ്റീൻ്റെ ടോട്ടൽ ഫ്ലോട്ട് കാണുമ്പോൾ എന്ത് ചെയ്യുക, Aയുടെ LFT എത്രയാണ് അല്ലേ. Aയുടെ LFT എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിനകത്തുള്ള വാല്യൂ അല്ലേ, എത്രയാണ്, 8 മൈനസ് Aയുടെ EFT എത്രയാണ്, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറഞ്ഞാൽ അത് 0 അല്ലേ. ഇതാണ് നമ്മുടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, അത് 0 മൈനസ് Aയുടെ ഡ്യൂറേഷൻ എത്രയാണ്, 3. ഓക്കെ, അപ്പോൾ നമുക്ക് 8 - 0 - 3 നമുക്ക് 5 കിട്ടും. നമുക്ക് Bയുടെ നോക്കാം അല്ലേ. ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എത്രയാണ്, ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് 4 അല്ലേ. 4 മൈനസ് നമ്മുടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം അത് 0 തന്നെയാണ് അല്ലേ. ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം 0 തന്നെയാണ്. 4 - 0 മൈനസ് ഡ്യൂറേഷൻ, ബിയുടെ ഡ്യൂറേഷൻ 4 അപ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ ബിയുടെ ടോട്ടൽ ഫ്ലോട്ട് നമുക്ക് 0 കിട്ടും. ഓക്കെ, ഇനി അതുപോലെ സിയുടെ നോക്കുക. സിയുടെ എങ്ങനെ വരിക, സിയുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. സിയുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറഞ്ഞാൽ 7 മൈനസ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം സെയിം 0 തന്നെയാണ് മൈനസ് ഡ്യൂറേഷൻ 6 അപ്പോൾ നമുക്ക് 7 - 0 - 6 നമുക്ക് 1 കിട്ടും. ഇനി നമുക്ക് ഡിയുടെ കാണാം അല്ലേ. ഡിയുടെ എത്ര കിട്ടുക, ഡിയുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രയാങ്കിളിനകത്തുള്ള വാല്യൂ അല്ലേ, എത്രയാണ്, 10 10 മൈനസ് ഇനി ഡിയുടെ EFT അഥവാ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം അല്ലേ. ഡിയുടെ മുന്നത്തെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം നോക്കിയാൽ അത് 3 അല്ലേ, 3 മൈനസ് ഡിയുടെ ഡ്യൂറേഷൻ 2. 10 - 3 - 2 നമുക്ക് 5 കിട്ടും അല്ലേ. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഈടേത് കാണാം. ഈടെ എത്ര കിട്ടും, ഈടെ നമുക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഈടെ LFT 10 മൈനസ് ഈടെ EFT 4
മൈനസ് ഇയുടെ ഡ്യൂറേഷൻ 6 10 - 4 6 6 - 6 0 കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ABCDE വരെയുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എഫിൻ്റെ നോക്കാം. ഓക്കെ, എഫിൻ്റെ ഇവിടെ മാറ്റി എഴുതാം. എഫിൻ്റെ എങ്ങനെ വരാം? എഫിൻ്റെ LFT എന്ന് പറയുന്നത് നോക്കുക, ട്രയാങ്കിളിനകത്തുള്ള വാല്യൂ 10 മൈനസ് എഫിൻ്റെ EFT അത് 6 മൈനസ് എഫിൻ്റെ ഡ്യൂറേഷൻ അത് 3 10 - 6 4 4 - 3 1. അപ്പോൾ നമുക്ക് എഫിൻ്റെ ടോട്ടൽ ഫ്ലോട്ട് നമുക്ക് 1 കിട്ടി. അപ്പോൾ നമുക്ക് ABCDEF വരെയുള്ള വാല്യൂസ് കിട്ടി. അപ്പോൾ ഇതിൽ മനസ്സിലാക്കാൻ പറ്റും 5 വരുന്നുണ്ട്, 0 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 0 വരുന്നുണ്ട്, അതുപോലെ ലാസ്റ്റ് നമുക്ക് 1 വന്നു. അതുപോലെ നമുക്ക് ഇനി ഇവിടെ ജീൻ്റെയും കൂടി കാണാനുണ്ട്. അല്ല എന്ത് ചെയ്താൽ മതി? ജീൻ്റെ കാണാനായിട്ട് LFT എത്രയാണ്? 15 മൈനസ് ജീൻ്റെ EFT അല്ലേ എത്രയാണ്? 10 മൈനസ് ഡ്യൂറേഷൻ 5 അപ്പോൾ 15 - 10 5 5 - 5 0 നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ABCDEFG എന്ന് പറയുന്ന വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതായത് എല്ലാത്തിനും ടോട്ടൽ ഫ്ലോട്ട് കിട്ടി അല്ലേ. ടോട്ടൽ ഫ്ലോട്ടുകൾ എത്രയാണ് കിട്ടിയുള്ളത്? ABCDEFG ഇത്രയും വാല്യൂസിൻ്റെ ഇത്രയും ആക്ടിവിറ്റീസിൻ്റെ ടോട്ടൽ ഫ്ലോട്ട് നമുക്ക് കിട്ടി. 5 കിട്ടി, 0 കിട്ടിയിട്ടുണ്ടായിരുന്നു, 1 കിട്ടിയിട്ടുണ്ടായിരുന്നു, 5 കിട്ടി, 0 കിട്ടി, 1 കിട്ടി, ലാസ്റ്റ് നമുക്ക് 0 കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് ടോട്ടൽ ഫ്ലോട്ടുകൾ ഈച്ച് ആക്ടിവിറ്റീസിൻ്റെ കിട്ടിയുള്ളത്. നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഈ ടോട്ടൽ ഫ്ലോട്ട് കിട്ടി നമ്മളിതിനെ ഫ്രീ ഫ്ലോട്ട് കാണണം. ഫ്രീ ഫ്ലോട്ട് ഓക്കെ. അപ്പോൾ ഫ്രീ ഫ്ലോട്ട് കാണാൻ എളുപ്പമാണ്. ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ചെയ്യേണ്ട കാര്യം, നമ്മുടെ EFT മൈനസ് EST ഓക്കെ, അതായത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ആണ്. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതാണ് സ്റ്റാർട്ടിങ് അല്ലേ, എൻഡിങ് ഇവൻ്റ് ആയിട്ട് ഫിനിഷ് ടൈം ആയിട്ട് വരുന്നത്. ഇത് നമ്മുടെ ജീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇത് ജീൻ്റെ ഫിനിഷ് ടൈമാണ്, ഇത് ജീൻ്റെ സ്റ്റാർട്ടിങ് ടൈമാണ് അല്ലേ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഫിനിഷ് ടൈമിൽ നിന്നും ഈ സ്റ്റാർട്ടിങ് ടൈം നമ്മൾ മൈനസ് ചെയ്യുക. മൈനസ് നേരത്തെ ചെയ്ത പോലെ ഡ്യൂറേഷനും ചെയ്യാം. അപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പോയിൻ്റ് അല്ല ആക്ടിവിറ്റി എയുടെ നോക്കാം. അതായത് നമ്മുടെ ജസ്റ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിളിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ ഇത് നമ്മുടെ അല്ലേ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം നമ്മൾ റെക്റ്റാങ്കിളിൽ കാണിച്ചു അല്ലേ. താഴെ റെക്റ്റാങ്കിൾ, മേലെ നമ്മൾ ട്രയാങ്കിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ചെയ്യുന്ന സമയത്ത് എത്രയൊക്കെയാണ് വാല്യൂസ് വരിക. അതായത് എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ വരുന്ന നമ്മുടെ ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യാം? ഈ 3 അല്ലേ, 3 മൈനസ് ഈ 0 മൈനസ് ഈ ഡ്യൂറേഷൻ 3 നമുക്കവിടെ 0 കിട്ടും അല്ലേ. ഇനി ബീൻ്റെ നോക്കുക. ബീൻ്റെ നോക്കുമ്പോൾ നമുക്ക് ഇതാണ് ബി വരുന്നത് ഇവിടെ. അപ്പോൾ ഈ 4 മൈനസ് ഈ 0 മൈനസ് ഈ 4 അല്ലേ. അപ്പോൾ നമുക്ക് അപ്പോഴും 0 കിട്ടും. 4 മൈനസ് 0 മൈനസ് 4 അതും 0 കിട്ടും. ഇനി സീൻ്റെ നോക്കുമ്പോഴും നമുക്കറിയാം ഈ 6 മൈനസ് ഈ 0 മൈനസ് ഡ്യൂറേഷൻ. അപ്പോൾ 6 മൈനസ് 0 മൈനസ് 6 മൈനസ് 0 മൈനസ് 6 കിട്ടിയാൽ നമുക്ക് അപ്പോഴും 0 വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഡീൻ്റെ നോക്കാം. അപ്പോൾ ഡീൻ്റെ നോക്കുമ്പോൾ 10 മൈനസ് 3 മൈനസ് 2 വരിക അല്ലേ. 10 മൈനസ് 3 മൈനസ് 2. അപ്പോൾ നമുക്ക് 10 മൈനസ് 3 മൈനസ് 2 അപ്പോൾ നമുക്ക് 5 കിട്ടും അല്ലേ. ഇനി അതേപോലെ നമ്മുടെ ഈൻ്റെ കാണാം. ഈൻ്റെ വരുമ്പോൾ ഈ 10 മൈനസ് 4 മൈനസ് ഈൻ്റെ ഡ്യൂറേഷൻ 6 നമുക്ക് 10 മൈനസ് 4 മൈനസ് 6 നമുക്ക് 0 കിട്ടും. ഇനി എഫിൻ്റെ നമുക്ക് കാണുമ്പോൾ ഈ 10 മൈനസ്
6 - 3 അല്ലേ, 10 - 6 - 3. അപ്പോൾ നമുക്കിവിടെ 1 കിട്ടും. ഇനി ജീൻ്റെ കാണുമ്പം ഈ 15 - 10 - 5 നമുക്ക് ജീൻ്റെ 15 - 10 - 5 നമുക്ക് 0 കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത്രയും വാല്യൂസാണ് നമുക്ക് ഫ്രീ ഫ്ലോട്ടായിട്ട് ഓരോ കറസ്പോണ്ടിങ് ആക്ടിവിറ്റീസിൻ്റെതും കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ട് നമുക്കിനി ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് വെച്ച് നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് കാണാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഈ ടോട്ടൽ ഫ്ലോട്ടിലും അതേപോലെ തന്നെ ഫ്രീ ഫ്ലോട്ടിലും 0 കിട്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഓക്കെ, രണ്ടിലും ഒരേപോലെ 0 കിട്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ബിയിൽ 0 ആണ് അല്ലേ, ടോട്ടൽ ഫ്ലോട്ട് 0 ആണ്. ഇവിടെയും ഫ്രീ ഫ്ലോട്ടും 0 ആണ് അല്ലേ, ടോട്ടൽ ഫ്ലോട്ടും ഫ്രീ ഫ്ലോട്ടും 0 ആണ്. ഇനി ഇ നോക്കുക. ഇയിലെന്താണ്? ഇയിൽ ടോട്ടൽ ഫ്ലോട്ട് 0 ആണ്, ഫ്രീ ഫ്ലോട്ടും 0 ആണ്. ജിയിലും ടോട്ടൽ ഫ്ലോട്ടും 0 ആണ്, ഫ്രീ ഫ്ലോട്ടും 0 ആണ്. അപ്പോൾ നമുക്കിത് വെച്ച് എന്ത് ചെയ്യാം? നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് കാണാൻ സാധിക്കും. ഓക്കെ, അതായത് ബി ഇ ജി നമ്മൾ ഈ വരച്ചിട്ടുള്ള ഡയഗ്രത്തിൽ ബി ഇ ജി എന്ന് പറയുന്നതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത്. ഓക്കെ, ഇവിടെ കാണുന്ന ഈ ബി ആക്ടിവിറ്റി, ഇ ആക്ടിവിറ്റി, ജി ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? അതേപോലെ ഡബിൾ ലൈൻസ്, 2 ആരോ മാർക്കാണ് നമ്മളിവിടെ കാണിക്കേണ്ടി വരിക. നമുക്ക് ഇങ്ങനെ 2 ആരോ മാർക്ക് വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കാണാനും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം കാണാനും മനസ്സിലാക്കുക. പിന്നെ ടോട്ടൽ ഫ്ലോട്ടും ഫ്രീ ഫ്ലോട്ടും കാണാൻ മനസ്സിലാക്കുക. വളരെ എളുപ്പമുള്ള ചെറിയ 1-2 ഇക്വേഷൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ കണ്ടോ, നമുക്കിവിടെ മൊത്തം കാണിച്ചിട്ടുണ്ട്. ആക്ടിവിറ്റി, ഡ്യൂറേഷൻ ടേബിളിൽ ആക്ടിവിറ്റിയും ഡ്യൂറേഷനും ടോട്ടൽ ഫ്ലോട്ടും ഫ്രീ ഫ്ലോട്ടും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഫോർമുലാസ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതിയ കാര്യങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി റെഫർ ചെയ്യാം. ഓക്കെ, ഈ ഒരു പ്രോബ്ലം ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഡയഗ്രാം നിങ്ങൾ പ്രത്യേകിച്ച് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഡയഗ്രാം തന്നിട്ടുണ്ട്. ആ ഡയഗ്രത്തിൽ ഇവിടെ കാണുന്ന പോലെ എന്താണ് ഇത്, അതിൻ്റെ ഓരോന്നിൻ്റെ ഡ്യൂറേഷനാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. A5 എന്ന് പറഞ്ഞാൽ എ ആക്ടിവിറ്റിക്ക് 5 ഡ്യൂറേഷൻ വേണ്ടി വരും, സിക്ക് 1 അല്ലേ, ഡിക്ക് 7. അപ്പോൾ നമുക്കിവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫൈൻഡ് ദ EFT ഫൈൻഡ് ചെയ്യുക, LFT ഫൈൻഡ് ചെയ്യുക, ഫ്ലോട്ട് ഫൈൻഡ് ചെയ്യുക. ഫ്ലോട്ട് കണ്ടതിന് ശേഷം നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് കാണാം. എന്ത് ചെയ്യണം? നമ്മൾ ഡയഗ്രാം വരയ്ക്കുക. അത് നിങ്ങൾ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് റെഫറൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഫസ്റ്റ് ഫിഗറിൽ എന്ത് ചെയ്തു? നമ്മുടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ആദ്യം റെപ്രസെൻ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമിൻ്റെ കൂടെ നമ്മൾ ട്രയാങ്കിളും കൂടി വെച്ച് എന്ത് ചെയ്തു? നമ്മുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഫൈനൽ ഡയഗ്രാം ഇങ്ങനെ വരും. ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ പാത്ത് കണ്ടതിന് ശേഷം നിങ്ങൾ ആ പാത്തും കൂടി റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് വരുന്നുണ്ടായിരിക്കാം, ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് റെഫർ ചെയ്യുക. ഇത് നോക്കിയിട്ട് വെറുതെ എഴുതണ്ട, നമ്മൾ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതുക. എന്നിട്ട് അവസാനം നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് ഏതാണോ കിട്ടിയുള്ളത്, ഇപ്പോൾ എ അല്ലേ, ACDG ആണ്. അപ്പോൾ അതേപോലെ നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് ഇന്നത് പറഞ്ഞിട്ട് എഴുതി വെക്കണം. അതേപോലെ പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എത്രയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം? നമുക്കിവിടെ ഫൈനലി കിട്ടിയിട്ടുണ്ടായിരിക്കും 16 യൂണിറ്റാണ് അല്ലേ. അപ്പോൾ 16 ഹവേഴ്സാണ്. 16 ഹവേഴ്സ് എഴുതുക ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയുള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് ഫൈനലി എന്ത് ചെയ്യണം? പ്രൊജക്റ്റ് ഡ്യൂറേഷൻ 5+ അല്ലേ, അതായത് ഈ 5+1+7+3 ആണ്. ഇതാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നതാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലെ ക്രിട്ടിക്കൽ പാത്തും പ്രൊജക്റ്റ് ഡ്യൂറേഷനും അതുപോലെ EFT LFT ഒക്കെ എന്ത് ചെയ്തേപോലെ കണ്ടിട്ട് പറ്റുമെങ്കിൽ ടേബിളാക്കി ചാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇതേപോലെ റെപ്രസെൻ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. അതേപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക.
ടേബിൾ വരയ്ക്കുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡിപ്പെൻഡൻസി എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രീഡിസസർ ആക്ടിവിറ്റിയാണ് കേട്ടോ. ഇത് ആക്ടിവിറ്റിയും അതിൻ്റെ മുന്നേ നടക്കുന്ന പ്രീഡിസസർ ആക്ടിവിറ്റിയാണ്. ഡ്യൂറേഷൻ ഇൻ ഡേയ്സ് ആണ് കൊടുത്തുള്ളത്. ഇപ്പം 4 6 എന്നൊക്കെ പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് ആണ്, 4 days ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെയും ക്രിട്ടിക്കൽ പാത്തും പ്രൊജക്റ്റ് ഡ്യൂറേഷനും നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രം ഇവിടെ സൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഫൈനലി നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഡബിൾ ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്, അത് ക്രിട്ടിക്കൽ പാത്ത് കാണിക്കുന്നതാണ്. അതുപോലെ റെക്റ്റാങ്കിളും ട്രയാങ്കിളൊക്കെ യൂസ് ചെയ്യണം. അവസാനം ക്രിട്ടിക്കൽ പാത്ത് ഏതാണോ കിട്ടിയുള്ളത് അത് ഇതേപോലെ നോട്ട് ചെയ്ത് നോക്കണം. ടോട്ടൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ എന്ത് ചെയ്യുക, ഇതുപോലെ നമുക്ക് കിട്ടും. ഓക്കെ, ഈ 20 എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന 4ഉം ഈ 4ഉം ക്രിട്ടിക്കൽ പാത്തിൽ കിട്ടുന്ന 4ഉം 6ഉം 5ഉം 5ഉം കൂട്ടി നമുക്ക് എന്ത് കിട്ടും, 4 6 10 15 15 15 20. അതാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലും ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, നെറ്റ്വർക്ക് ഡയഗ്രം വരയ്ക്കുക, ക്രിട്ടിക്കൽ പാത്ത് കാണിക്കുക, പിന്നെ ആ പാത്ത് എഴുതുക, പ്രൊജക്റ്റ് ഡ്യൂറേഷൻ കാണിക്കുക. അതേപോലെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന അടുത്തൊരു പ്രോബ്ലമാണ്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ ഇവിടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ഇത് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ ഇത് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ 1 ആണ്, ഇതും നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ മിക്കവാറും ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കുക. അതായത് എ പ്രൊജക്റ്റ് കൺസിസ്റ്റ്സ് ഓഫ് 5 ആക്ടിവിറ്റീസ്, അല്ലേ, ABCDE എന്ന് പറയുന്ന 5 ആക്ടിവിറ്റീസ് ഉണ്ട് ഒരു പ്രൊജക്റ്റിൽ. വിത്ത് ദ ഫോളോയിങ് ഡിപ്പെൻഡൻസീസ് ആൻഡ് ഡ്യൂറേഷൻസ്. താഴെ പറഞ്ഞ പോലെ അല്ലേ, ഡിപ്പെൻഡൻസീസ് ഉദ്ദേശിക്കുന്നത് പ്രീഡിസസർ ആക്ടിവിറ്റീസ് ആണ്. അതുപോലെ ഡ്യൂറേഷനും നമ്പർ ഓഫ് ഡേയ്സിൽ കൊടുത്തിട്ടുണ്ട്. യൂസിങ് ദ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യാം, CPM അഥവാ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് യൂസ് ചെയ്യുക. ഡ്രോ ദ നെറ്റ്വർക്ക് ഡയഗ്രം, നമ്മളിപ്പോൾ പഠിച്ച പോലെ നെറ്റ്വർക്ക് ഡയഗ്രം നമ്മൾ വരയ്ക്കണം. ബൈ യൂസിങ് ആക്ടിവിറ്റി ഓൺ ആരോ മെത്തേഡ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ സർക്കിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വെച്ചിട്ട് ആരോ വരയ്ക്കുന്ന മെത്തേഡാണ് നമ്മുടെ ആക്ടിവിറ്റി ഓൺ ആരോ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ശേഷം ഡിറ്റർമിൻ ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, അല്ലെ, ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം നമ്മൾ കാണണം, EST കാണണം. പിന്നെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം LFT നമ്മൾ കാണണം. അതുപോലെ ആൻഡ് സ്ലാക്ക് ഫോർ ഈച്ച് ആക്ടിവിറ്റി, നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ ഓരോ ആക്ടിവിറ്റീൻ്റെയും സ്ലാക്ക് കാണണം. ആൻഡ് ഐഡൻറ്റിഫൈ ദ ക്രിട്ടിക്കൽ പാത്ത്, അതുപോലെ എന്ത് ചെയ്യുക, ക്രിട്ടിക്കൽ പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യുക. അലോങ് വിത്ത് ദ ടോട്ടൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ, എന്ത് ചെയ്യുക, ടോട്ടൽ പ്രൊജക്റ്റ് ഡ്യൂറേഷനും കാണാം. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് കാണണം, ടോട്ടൽ ഡ്യൂറേഷൻ കാണണം, പിന്നെ സ്ലാക്ക് കാണണം, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം കാണണം, ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം കാണണം, നെറ്റ്വർക്ക് ഡയഗ്രം വരയ്ക്കണം. അതായത് ഒന്നുമില്ല, ഇത്രയും കാര്യങ്ങൾ നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്, അല്ലേ. ആദ്യം ഡയഗ്രം വരയ്ക്കുക, ശേഷം നമ്മുടെ ടൈം, അല്ലേ, അതായത് ESTയും അതുപോലെ LFTയും കാണാം, ആ ട്രയാങ്കിളിനകത്തും റെക്റ്റാങ്കിളിനകത്തും കാണാം. ശേഷം ക്രിട്ടിക്കൽ പാത്ത് കാണാം, ശേഷം എന്ത് ചെയ്യുക, ടോട്ടൽ ഡ്യൂറേഷൻ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, നമുക്കിവിടെ വേണം പ്രാക്ടീസ് ചെയ്യാം. അതായത് ABCD എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്, ഡ്യൂറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നെറ്റ്വർക്ക് ഡയഗ്രം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ടേബിൾ പ്രകാരം നമുക്ക് ആദ്യം നെറ്റ്വർക്ക് ഡയഗ്രം ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്ന ആക്ടിവിറ്റി A ആണ് കേട്ടോ. എയുടെ മുന്നേ പ്രീഡിസസർ ആക്ടിവിറ്റി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ആക്ടിവിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരു സ്റ്റാർട്ടിങ് ഇവൻറ്റും എൻഡിങ് ഇവൻറ്റും കൊടുക്കുക. 1 2 നമ്പർ കൊടുക്കുക. ഇത് 1, ഇത് 2. ആക്ടിവിറ്റി A ആണ്. എക്ക് മുന്നേ എന്ത് ചെയ്യുന്നില്ല, വേറെ പ്രീഡിസസർ ആക്ടിവിറ്റി ഒന്നും വരുന്നില്ല. സോ നമുക്ക് A ആണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റി B ആണ് വരുന്നത്. B ആർക്ക് ശേഷമാണ് വരുന്നത്, എക്ക് ശേഷം, അല്ല, അല്ലെങ്കിൽ ബിയുടെ മുന്നിലുള്ളത് A ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ ശ്രദ്ധിക്കണം, നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അത്യാവശ്യം ഇതിനെ പറ്റി ഒരു ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. അടുത്തതും കൂടി വായിച്ച് നോക്കുക, അടുത്ത ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ ഡയഗ്രാം വരച്ച ശേഷം തെറ്റിയിട്ട് വീണ്ടും അത് റബ്ബ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും സമയം നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ ബീൻ്റെ മുന്നേ A ആണ്, അതേപോലെ സീൻ്റെ മുന്നേയും A ആണ്, അല്ലേ. ബീൻ്റെയും സീൻ്റെയും മുന്നേ A ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അങ്ങോട്ട് മാറ്റി വരയ്ക്കല്ലേ. ഇവിടെ ബിയും വരയ്ക്കാം, ഇവിടെ സിയും വരയ്ക്കാം, അല്ലേ. എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഇവൻ നമ്പേഴ്സ് കൊടുക്കാം. അപ്പോൾ ഇവിടെ 3 കൊടുക്കുക, ഇവിടെ 4 കൊടുക്കുക. അപ്പോൾ ബിക്കും സിക്കും മുന്നേ ആരാണ്, A വരുന്നതെന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, ഇനി ഡിക്ക് മുന്നേ B ആണ്, അല്ലേ. ഇവിടെ നോക്കണം, ഡിക്ക് മുന്നേ B ആണ്. അതേപോലെ നോക്കണം, ഇക്ക് മുന്നേ സിയും ഡിയും വരുന്നുണ്ട്. നമ്മൾ കോമൺ കേസിൽ നമ്മളിപ്പോൾ ആദ്യം വരയ്ക്കുന്നുണ്ടായിരിക്കും, ഇങ്ങനെ ആയിരിക്കും, അല്ലേ. അതായത് ഡിക്ക് മുന്നേ B എന്ന് പറയുമ്പോൾ
നമ്മൾ എന്ത് ചെയ്യും അല്ലേ, ഇവിടെ ഡി വരയ്ക്കുക, ഇവിടെ 5 നമ്പറോടും നമ്മൾ ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ ഡിക്ക് മുന്നേ ബി കറക്റ്റാണ് അല്ലേ. ഇനി നോക്കുക, ഇക്ക് മുന്നേ സിയും ഡിയും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ സിയും ഡിയും അല്ലേ, ഈ സിയും ഈ ഡിയും ഇക്ക് മുന്നേ വരുന്നത്. അപ്പോൾ നമ്മളെവിടെ ഈ വരയ്ക്കുക, ഇവിടെ ഇങ്ങനെ ഈ വരച്ചിട്ട് കാര്യമുണ്ടോ, ഇങ്ങനെ വരച്ച കാര്യമുണ്ടോ, ഇല്ല. കാരണം എന്താ, ഇപ്പോൾ ഇവിടെ ഒരു ആക്ടിവിറ്റി ഇല്ലാത്ത അവസ്ഥ വരും അല്ലേ. അപ്പോൾ നമുക്ക് ഈൻ്റെ മുന്നേ ഈ സിയും വരണം, ഈൻ്റെ മുന്നേ ഈ ഡിയും വരണം. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റുക, നമുക്ക് ഡയഗ്രം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡയഗ്രത്തിൽ ചെറിയ മാറ്റം വരുത്താൻ പറ്റും. നമ്മൾ മുന്നേക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡി ആക്ടിവിറ്റി എങ്ങോട്ട് വരയ്ക്കണം, ഇങ്ങോട്ട് വരയ്ക്കാം അല്ലേ. ഇനി നോക്കുക, എന്താണ്, ഡിക്ക് മുന്നേ ബി ഉണ്ട്, സംശയമില്ല. നമ്മളിവിടെ ആരോ മാർക്ക് വരയ്ക്കാൻ മറന്നു, ഇവിടെയൊക്കെ ആരോ മാർക്ക് ഉണ്ട് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരോ മാർക്ക് ഉണ്ട്. ഡിക്ക് മുന്നേ ആരാളുള്ളത്, ബി ഉണ്ട് അല്ലേ. അതേപോലെ ഇനി നമ്മൾ ചെയ്യേണ്ടത് സിക്ക് മുന്നേ ആരുണ്ട്, സിക്ക് മുന്നേ എ ഉണ്ട്, അത് കറക്റ്റാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇക്ക് മുന്നേ അല്ലേ, ഇക്ക് മുന്നേ ആരുണ്ട്, സിയും ഡിയും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമ്മളിതിനെ ഇങ്ങനെ വരച്ചാൽ മതി. ഇപ്പോൾ എന്തായി മാറി, ഇവിടെ ഇ കൊടുത്താൽ ഇവിടെ ഇ കൊടുക്കുക, നമ്പർ 5 കൊടുക്കുക. നോക്കുക, ഇക്ക് മുന്നേ ആരുണ്ട്, സി ഉണ്ട് അല്ലേ, ഇക്ക് മുന്നേ ആരുണ്ട്, ഡി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡയഗ്രാം ശരിക്കും ഇങ്ങനെയാണ് വരിക. പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാം വരിക. നിങ്ങൾക്കത് ചെയ്ത് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ചെയ്യേണ്ട കാര്യം നമ്മൾ എന്ത് ചെയ്യാം, നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ആക്ടിവിറ്റീൻ്റെയും കൂടെയുള്ള ടൈം ഒന്ന് നോട്ട് ചെയ്യാം. ഇവിടെ A4, B6, C5, D3, E4. ഇപ്പോൾ നമ്മൾ ഓരോ ആക്ടിവിറ്റീസിൻ്റെയും ഡ്യൂറേഷനും കൂടി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓരോ ആക്ടിവിറ്റിയുടെയും ഡ്യൂറേഷനും കൂടി നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്, നമ്മൾ മേലെ ആ ട്രയാങ്കിൾസ് വരച്ച് വെക്കാം. ഓക്കെ, എല്ലാത്തിൻ്റെയും മേലെ റെക്റ്റാങ്കിൾസ് വരച്ച് വെക്കുക. ഇനി എന്ത് ചെയ്യണം, നമുക്ക് അതുപോലെ നമുക്ക് ആ ട്രയാങ്കിളും വരച്ച് വെക്കാം. എല്ലാത്തിൻ്റെയും താഴെ ട്രയാങ്കിൾസും വരച്ച് വെക്കുക. എല്ലാത്തിൻ്റെയും താഴെ നമ്മൾ ട്രയാങ്കിൾസും വരച്ച് വെക്കുക. ഇനി നമുക്ക് ആ ഏർലിയസ്റ്റ് ടൈമും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ടൈമും നമുക്ക് കാണണം അല്ലേ, ഏർലിയസ്റ്റ് ടൈമും ലേറ്റസ്റ്റ് ടൈമും. അപ്പോൾ നമുക്ക് അറിയാം, വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, ഫസ്റ്റത്തെ കേസിൽ നമുക്കറിയാം, ഫസ്റ്റ് വരെ എന്തായിരിക്കും, ഇതിൽ വരുന്നുണ്ടാവുക 0 ആയിരിക്കും അല്ലേ. ഇവിടെ നമ്മൾ ആദ്യം 0 എഴുതി വെക്കുക. ഇനി എന്ത് ചെയ്യുക, ആക്ടിവിറ്റി കഴിയുമ്പോഴുള്ള നമ്മുടെ ഏർലിയസ്റ്റ് ടൈം ഫിനിഷ് ടൈം കാണാനായിട്ട് എന്ത് ചെയ്യാം, 0 + 4 നമുക്കിവിടെ 4 കിട്ടും അല്ലേ. 0 + 4 നമുക്ക് 4 കിട്ടും. ഇനി നമുക്ക് ബി കഴിയുമ്പോൾ അത് കിട്ടാനായിട്ട് ഈ 4 + 6 ചെയ്യാം അല്ലേ. എത്ര കിട്ടും, 10 കിട്ടും. 4 + 6 10 കിട്ടും. അതേപോലെ നമുക്ക് ഇനി ഇവിടുന്ന് ഒരു കൺഫ്യൂഷൻ വരും, അതായത് ഇങ്ങോട്ട് വരുന്ന അല്ലേ, ഇവിടെ ഏത് ടൈം ഏതെന്നുള്ള കൺഫ്യൂഷൻ വരും. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഈ 10 + 3 ചെയ്താൽ നമുക്കിവിടെ 13 കിട്ടും. ആ 13 എഴുതണോ, ഈ 5 + ഈ 4 അല്ലേ, 5 + 4 കൂട്ടിയ കിട്ടുന്ന 9 എഴുതണം അല്ലേ. അപ്പോൾ എത്രയാണ് വരേണ്ടത് ശരിക്കും, അപ്പോൾ നമ്മൾ 5 + 4 കൂട്ടി 9 ആണ്, 10 + 3 കൂട്ടിയ 13 ആണ്. അപ്പോൾ നമ്മൾ വലിയ നമ്പറാണ് സെലക്ട് ചെയ്യുക. സോ എന്ത് ചെയ്യണം, ഇവിടെ 13 ആണ് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഫൈനലി ഈ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ടൈം എഴുതാം. ഈ 13 + 4 നമുക്ക് 17 കിട്ടും. സോ നമുക്കിപ്പോൾ കിട്ടിയതൊക്കെ ഏതൊക്കെയാണ്, നമുക്ക് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഈ കിട്ടിയ 17 നമ്മൾ തിരിച്ച് ഇവിടെ എഴുതുക. തിരിച്ച് നമ്മൾ നേരെ ബാക്ക്വേർഡ് പാസ് മെത്തേഡ് ഉപയോഗിക്കുക. 17 - 4 ചെയ്യുക, ഇവിടെ 13 കിട്ടും. പിന്നെ ഇവിടുത്തെ നമ്മുടെ ഡി എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം നമുക്ക് കാണാനായിട്ട് എന്ത് ചെയ്യാം, ഈ 13 - ഡിയുടെ ഡ്യൂറേഷൻ 3 കുറച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് 10 കിട്ടും അല്ലേ. അപ്പോൾ നമുക്കിവിടെ 10 എഴുതാം. നമുക്കിനി കൺഫ്യൂഷൻ വരുന്നുണ്ടായിരിക്കുക ഇവിടുത്തെ കേസായിരിക്കും അല്ലേ. അതായത്
13 - 5 ചെയ്താൽ നമുക്ക് 8 കിട്ടും. ഈ 10 - 6 ചെയ്താൽ നമുക്ക് 4 കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ വാല്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്യുക. അതിൻ്റെ അർത്ഥം നമുക്ക് 10 - ഈ 6 ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. ആ 4 നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. ഫൈനലി ഈ 4 - ഈ ആഡ് ഡ്യൂറേഷൻ 4 കുറയ്ക്കുക, നമുക്ക് ഫൈനലി 0 കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ നോക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണം, നമുക്കിനി ഇവിടുത്തെ ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ കണ്ടെത്തണം അല്ലേ. അപ്പോൾ ഈ ഡയഗ്രാം എല്ലാവർക്കും ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരിക്കും. കിട്ടാത്തവരൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒന്ന് നീറ്റായിട്ട് ഇവിടെ മാറ്റി വരയ്ക്കാം. ഇവൻ്റ് 1, ഇവൻ്റ് 2, ഇവൻ്റ് 3, ഇവൻ്റ് 4, ഇവൻ്റ് 5. വൺ ടു 2 വരച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 to 4 വരുന്നുണ്ട്. 2 to 4 വരുന്നുണ്ട്. 2 to 3 വരുന്നുണ്ടായിരുന്നു. ആരോ ഹെഡ് വരയ്ക്കണം, പ്രത്യേകം വരയ്ക്കാൻ വിട്ടു പോകരുത്. 3 to 4 വരുന്നുണ്ട് അല്ലേ. ഇത് 1, ഇത് 2, 3, ഇത് 4, ഇത് 5. 3 to 4 വരുന്നുണ്ട്. 4 to 5. നമുക്കിങ്ങനെയാണ് ഡയഗ്രം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും എല്ലാത്തിൻ്റെയും നമ്മൾ മേലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണം. റെക്റ്റാങ്കിൾസ് വരച്ച് വെക്കുക. പിന്നെ നമ്മുടെ ട്രയാങ്കിൾസും വരച്ച് വെക്കുക അല്ലേ. നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം അതിലേക്ക് എഴുതി വെക്കണം. ഇവിടെ 0 ആയിരുന്നു, 0. ഇവിടെ 4ഉം 4ഉം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ 10ഉം 10ഉം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ 13ഉം 13ഉം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ 17ഉം 17ഉം അല്ലേ. നമ്മുടെ ആക്ടിവിറ്റീസ് വരുന്നുണ്ടായിരുന്നത് ഇത് എ, ഇത് ബി ആണ്, ഇത് സി ആയിരുന്നു. ഇവിടെ ഡി ആണ്, ഇത് നമ്മുടെ ഇ ആണ്. പിന്നെ ഡ്യൂറേഷൻ ഉണ്ട് 4, 6, 5, 4, 6, 5, 3, 4. ഇത്രയായിരുന്നു നമുക്ക് ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷനും തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും ലേറ്റസ്റ്റ് ടൈമും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ടോട്ടൽ സ്ലാക്കും അല്ലെങ്കിൽ ടോട്ടൽ ഫ്ലോട്ടും ഫ്രീ ഫ്ലോട്ടും നമുക്ക് കാണണം. നമുക്ക് കാണാനായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവാം. അപ്പോൾ നമുക്ക് എ നോക്കുക. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും എങ്ങനെ എഴുതാം. എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ സ്ലാക്ക് ടോട്ടൽ ഫ്ലോട്ട് കാണാൻ പോവുകയാണ് നമ്മൾ. എത്ര കിട്ടും, എന്താ ചെയ്യേണ്ടത്, നമ്മൾ നിങ്ങൾക്ക് ഇക്വേഷൻ ഓർമ്മ ഉണ്ടായിരിക്കും. നമ്മുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം മൈനസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം അല്ലേ. ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം മൈനസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം മൈനസ് ഡ്യൂറേഷൻ, LFT മൈനസ് EST മൈനസ് ഡ്യൂറേഷനാണ് നമ്മുടെ ടോട്ടൽ ഫ്ലോട്ടിൻ്റെ ഇക്വേഷൻ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ വാല്യൂസ് എത്ര വരിക. LFT എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിനകത്തുള്ള വാല്യൂ എത്രയാണ്, ഏഡ് നോക്കുമ്പോൾ 4 അല്ലേ. 4 മൈനസ് ഈ 0 മൈനസ് ഈ ഡ്യൂറേഷൻ 4 എത്ര കിട്ടും, നമുക്ക് 0 കിട്ടും. ഇനി ബിയുടെ നോക്കാം. ബിയുടെ നോക്കുമ്പോൾ 10 അല്ലേ. 10 മൈനസ് ഈ 4 മൈനസ് ഡ്യൂറേഷൻ 6. 10 മൈനസ് 4 6, 6 മൈനസ് 6 0 കിട്ടും. ഇനി നമുക്ക് സിയുടെ നോക്കാം. സിയുടെ എത്ര വരും,
ഈ 13 മൈനസ് ഈ 4 മൈനസ് ഈ 5. 13 മൈനസ് 4 മൈനസ് 5, 9 മൈനസ് 5 നമുക്ക് 4 കിട്ടും. ഇനി ഡിയുടെ നോക്കാം. ഡി ആകുമ്പോൾ ഈ 13 മൈനസ് ഈ 10 മൈനസ് ഇവിടെ ഡ്യൂറേഷൻ 3. 13 മൈനസ് 10 മൈനസ് 3. 13 മൈനസ് 10 മൈനസ് 3. 13 മൈനസ് 10 3. 3 മൈനസ് 3 0 കിട്ടും. ഇനി നമുക്ക് ഈടെ നോക്കാം. ഈ എന്ന് പറയുമ്പോൾ ഈ 17. 17 മൈനസ് ഈ 13. 13 മൈനസ് ഈ ഡ്യൂറേഷൻ 4. നമുക്കപ്പോഴും 0 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 0 അല്ലേ, 0 0 4 0 0 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫ്രീ ഫ്ലോട്ട് കാണാം അല്ലേ. ഇപ്പോൾ ഫ്രീ ഫ്ലോട്ട് കാണുമ്പോൾ ഇവിടെ മാറ്റി നമുക്ക് എ എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് ഇനി ഇവിടെ ഇക്വേഷൻ എഴുതുന്നില്ല. എ എന്ന് പറയുന്ന അവിടുത്തെ ഫ്രീ ഫ്ലോട്ട് എത്രയും വരാം, നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ ഓർമ്മ ഉണ്ടായിരിക്കും അല്ലേ. ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം മൈനസ് എന്ത് ചെയ്യാം, നമ്മുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമിൽ നിന്ന് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം മൈനസ് ചെയ്യാം, മൈനസ് ഡ്യൂറേഷൻ അല്ലേ. ഇക്വേഷൻ വരിക നമ്മുടെ ഫ്രീ ഫ്ലോട്ട് ഈക്വൽ ടു ഇ എഫ് ടി അല്ലേ. ഇ എഫ് ടി ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം മൈനസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം മൈനസ് ഡ്യൂറേഷൻ എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരിക. അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യം എയുടെ നോക്കുക, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എത്രയും വരിക നോക്കുക. ഓക്കെ, ഇവിടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം 4 വരിക. 4 മൈനസ് നമ്മുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം അത് 0 വരിക. 0 മൈനസ് ഡ്യൂറേഷൻ അത് 4 വരിക. അപ്പോൾ 4 മൈനസ് 0 മൈനസ് 4 നമുക്കവിടെ ഏടത് 0 കിട്ടും, ഫ്രീ ഫ്ലോട്ട്. ഇനി നമുക്ക് ബീഡ് നോക്കാം. ബീഡ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം 10, ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം 4, ഡ്യൂറേഷൻ 6. 10 മൈനസ് 4 6, 6 മൈനസ് 6 അതും നമുക്ക് 0 കിട്ടും. ഇനി നമുക്ക് സീഡ് നോക്കാം. സീഡ് ഇവിടേക്ക് മാറ്റി എഴുതാം. സീഡ് നോക്കുമ്പോൾ ഈ 13 മൈനസ് 4 മൈനസ് 5 ചെയ്യേണ്ടത് അല്ലേ. 13 മൈനസ് 4 9, 9 മൈനസ് 5 നമുക്ക് 4 കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഫ്രീ ഫ്ലോട്ട് 4 കിട്ടുക. ഇനി നമുക്ക് ഡീഡ് നോക്കാം. ഡീഡ് നോക്കുമ്പോൾ ഈ 13 മൈനസ് ഈ 10 മൈനസ് ഈ 3 അല്ലേ. 13 മൈനസ് 10 3, 3 മൈനസ് 3 നമുക്ക് 0 കിട്ടും. അപ്പോൾ നമുക്കിവിടെ 0 കിട്ടും. ഇനി ഫൈനലി ഈൻ്റെ നോക്കാം. ഈ 17 മൈനസ് 13 മൈനസ് ഈ 4 അതും നമുക്ക് 17 മൈനസ് 13 നമുക്ക് 4 കിട്ടും. 4 മൈനസ് 4 നമുക്ക് 0 കിട്ടും. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും 0 അല്ലേ. ടോട്ടൽ ഫ്ലോട്ടിലും ഫ്രീ ഫ്ലോട്ടിലും 0 ഏതൊക്കെയാണ് വന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഏൻ്റത് ടോട്ടൽ ഫ്ലോട്ടും അതുപോലെ തന്നെ ഫ്രീ ഫ്ലോട്ടും 0 ആണ്. ബീൻ്റെതും ടോട്ടൽ ഫ്ലോട്ടും ഫ്രീ ഫ്ലോട്ടും 0 ആണ്. എന്നാൽ സീൻ്റെത് 0 അല്ല, രണ്ടും 4 ആണ്. ഡീൻ്റെത് ടോട്ടൽ ഫ്ലോട്ടും ഫ്രീ ഫ്ലോട്ടും 0 ആണ് അല്ലേ. ഡീൻ്റെത് ടോട്ടൽ ഫ്ലോട്ടും ഫ്രീ ഫ്ലോട്ടും 0 ആണ്. അതുപോലെ ഈൻ്റെതും ടോട്ടൽ ഫ്ലോട്ടും ഫ്രീ ഫ്ലോട്ടും 0 ആണ്. അതായത് എ ബി ഡി ഇ, എ ബി ഡി ഇ ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്തായിട്ട് വരിക അല്ല. എങ്ങനെ മാർക്ക് ചെയ്യാം, നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഡബിൾ ലൈൻസ് യൂസ് ചെയ്യുക അല്ലേ. എ ബി ഡി ഇ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അത് ഡിലീറ്റ് ആയിപ്പോയി. നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇവിടെ എഴുതി വെക്കാം. എങ്ങനെ എഴുതാം, ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ എ ബി ഡി ഇ ആണ്. ടോട്ടൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ എത്ര കിട്ടും, 4 പ്ലസ് 6 പ്ലസ് 3 പ്ലസ് 5, 6 4 10, 13 13 13 5 18, 18 ഡേയ്സ് ആവും നമുക്ക് ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, എ ബി ഡി, ഇവിടെ എഫ് അല്ല ഇ ആണ് കേട്ടോ. എ ബി ഡി ഇ ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് കിട്ടുക. ടോട്ടൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ 10 3 13 17 ആണല്ലേ. അതായത്
എയിൽ എത്ര വരുന്നത് 4, ബിയിൽ 6, ഡിയിൽ 3, ഇയിൽ 4. 6 4 10, 10 3 13, 13 4 17. 17 ഡേയ്സ് ആയിരിക്കും നമുക്കവിടെ ടോട്ടൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ തന്നെയാണ് ആൻസർ ചെയ്യേണ്ടത്. നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ EST, LST, EFT, LFT കാണുക, സ്ലാക്കുകൾ കാണുക, ക്രിട്ടിക്കൽ പാത്ത് കാണുക, ഡയഗ്രാം വരയ്ക്കണം, അതിൽ റെപ്രസെൻറ്റ് ചെയ്യണം, ടോട്ടൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ചെയ്യുക. ടോട്ടൽ മാർക്ക് നമുക്ക് 7 മാർക്സ് കിട്ടും. അപ്പോൾ വളരെ എളുപ്പമുള്ള പ്രോബ്ലമാണിത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി കണ്ടു നോക്കാം കേട്ടോ. എവിടെയെങ്കിലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കാം. സോ നമുക്കിനി ഒരു പെർട്ടിൻ്റെ പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അത് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഞാൻ പറഞ്ഞ പോലെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനായിട്ട് ഈ ക്വസ്റ്റ്യനും അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ചൂസ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മളിപ്പോൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. സോ നമ്മൾ ക്ലാസ് തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.